സർക്കാർ അനാസ്ഥയിൽ വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം പൂർണ്ണമായും താളം തെറ്റി. മേൽനോട്ടത്തിന് വേണ്ടത്ര ഉദ്യോഗസ്ഥരും ആവശ്യത്തിന് തൊഴിലാളികളും ഇല്ലാതെ നിർമ്മാണം ഇഴയുകയാണ്. ടൗൺഷിപ്പിൽ നിന്നും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറെ മാറ്റിയിട്ട് മാസങ്ങളായി. പ്രൊജക്ട് മാനേജർ അടക്കം കഴിഞ്ഞ ഒരാഴ്ചയായി ടൗൺഷിപ്പിൽ ഇല്ല. LDF സർക്കാരിന്റെ കാലത്ത് ദിവസവും 2000 പേർ വരെ ഇടതടവില്ലാതെ ജോലി ചെയ്തിരുന്ന ഇടത്ത് ഇപ്പോഴുള്ളത് 400-നടുത്ത തൊഴിലാളികൾ മാത്രമാണ്. ന്യൂസ് മലയാളം വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉദ്യോഗസ്ഥരെ തിരികെ എത്തിക്കാനുള്ള നടപടി സർക്കാർ ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ് പറഞ്ഞു. വയനാട് ടൗൺഷിപ്പിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഴയ ഗതിവേഗമില്ല. ആവശ്യത്തിന് തൊഴിലാളികളില്ല. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ജീവനക്കാരുമില്ല. മേൽനോട്ടം വഹിക്കുന്ന പ്രൊജക്ട് മാനേജർ, ക്വാളിറ്റി കൺട്രോളർ എഞ്ചിനീയർമാർ, സൂപ്പർവൈസർമാർ അടക്കമുള്ള കിഫ്കോൺ ഉദ്യോഗസ്ഥരെ ഒരാഴ്ച മുമ്പ് സർക്കാർ സ്ഥലം മാറ്റി. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറെ മാറ്റിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ഇവർക്ക് പകരം ഇതുവരെ നിയമനം നടത്തിയിട്ടുമില്ല. രണ്ടാം ഘട്ടത്തിൽ 149 വീടുകളാണ് നിർമ്മാണം പൂർത്തിയാക്കി കൈമാറേണ്ടത്. ഇതിൽ 70% വാർപ്പ് വരെ പൂർത്തിയായെങ്കിലും പ്ലാസ്റ്ററിംഗ്, പെയിന്റിംഗ്, പ്ലംബിംഗ്, വയറിംഗ് അടക്കമുള്ള ജോലികളെല്ലാം ബാക്കിയാണ്. ഇടറോഡുകളുടെ നിർമ്മാണമടക്കം അടിസ്ഥാന സൗകര്യ വികസനവും ധാരാളം പൂർത്തിയാകാനുണ്ട്. ഇങ്ങനെ പോയാൽ സെപ്റ്റംബറിനകം വീടുകളുടെ രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ദുരന്ത ബാധിതർ. ഈ നാഥനില്ലാത്ത ഒരു കളരി പോലെയായി ഇപ്പോൾ ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം പല സ്റ്റേജുകളിലാണ്. നമുക്ക് അങ്ങനെ കാത്തിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ സെപ്റ്റംബറോട് കൂടിയൊക്കെ രണ്ടാം ഘട്ടം കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഇങ്ങനെ പോയാൽ സെപ്റ്റംബറിലും കിട്ടൂല. ഇടത് സർക്കാരിന്റെ കാലത്ത് ദിവസേന 2000-ഓളം തൊഴിലാളികളായിരുന്നു 3 ഷിഫ്റ്റുകളിലായി ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പണിയെടുത്തിരുന്നത്. ഇപ്പോഴിത് 400-നടുത്തു മാത്രമായി. ഇതോടെ നിർമ്മാണ പ്രവർത്തികൾ ഇഴയുകയാണ്. ഒപ്പം മഴക്കാലത്തിന്റെ തടസ്സങ്ങളും. മാതൃകാപരമായിട്ടൊരു പദ്ധതി അട്ടിമറിക്കാൻ രാഷ്ട്രീയ താല്പര്യം വെച്ച് ഇടപെടുന്ന രീതി ശരിയല്ല. സർക്കാർ ഇതിനകത്ത് പിന്മാറണം. പിരിച്ചുവിടപ്പെട്ട അല്ലെങ്കിൽ അവിടുന്ന് മാറ്റിനിർത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അവിടെ പുനർനിയമിക്കണം. സാധാരണ ജനങ്ങളുടെ മേലെ ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അവർക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ സർക്കാർ ഇടപെട്ടു. റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചുവെന്നും ഉദ്യോഗസ്ഥരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഉടനുണ്ടാകുമെന്നും മന്ത്രി T. സിദ്ദിഖ് ഉറപ്പു നൽകി. ഈ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കുമ്പോൾ റോഡ്സിന്റെ, ബിൽഡിങ്സിന്റെ പിന്നെ ഈ ചുമതലയുള്ളതായിരിക്കുന്ന ആളുകളെ ഇവിടുന്ന് അങ്ങ് എടുത്തുകൊണ്ടുപോവുക അങ്ങനെ പറ്റൂല. ഇന്ന് റവന്യൂ മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിയെടുക്കും. നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ഊരാളുങ്കൽ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും എന്നാൽ നിലവിലുള്ള തൊഴിലാളികളുടെ എണ്ണം വെച്ച് അത് സാധ്യമാകുമോ എന്ന സംശയം മന്ത്രിയും പറഞ്ഞു. കൂടുതൽ തൊഴിലാളികളെ എത്തിച്ച് ജോലി വേഗത്തിലാക്കണമെന്നാണ് ദുരന്തബാധിതരുടെയും നാട്ടുകാരുടെയും ആവശ്യം. M. മുബാറക്, ന്യൂസ് മലയാളം, വയനാട്.